ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ്. ഇന്നലെ രാത്രി എന്തോ മഴയായിരുന്നു അറിയൂ. രാവിലെ അങ്ങ് വെയിലുറച്ചായിരുന്നേ, രാവിലെ വെയിലുറച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടോ അത് ഭയങ്കരമായിട്ട് വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ടോ അതിനിടയ്ക്ക് റോഡും എല്ലാം പോയി. ഇത് പൈപ്പ് ഇട്ടതാണ്. റോഡ് നല്ലതായിരുന്നു, ഇതുകൊണ്ടൊക്കെ കിടന്നാ പൈപ്പ് ഇട്ടതാണ്. അതിന് കുഴി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കയറിയായി. ആ സൈഡ് കണ്ടത്. ഈ സൈഡാണെങ്കിൽ ഇത് ആറിൻ്റെ സൈഡല്ലേ, അങ്ങനെ ഇരുത്തിയതാണ് ഈ പാവം. അവിടെ മൊബൈലെല്ലാം വെള്ളം വീഴാൻ തുടങ്ങി. കാറ്റടിക്കുന്ന കാരണം ഇങ്ങോട്ട് ഇങ്ങനെ ചഴിച്ചാൽ വെള്ളം വീഴുന്നത്, കാറ്റടിക്കുന്ന കാരണം. അവിടെ ഒരു വെള്ളം കിടക്കുന്നു, വെള്ളം, മണ്ണും വെള്ളം. ഞങ്ങൾ ഇവിടെയൊക്കെ ചൂണ്ടയിടാൻ വരുന്നതായിരുന്നു നേരത്തെ. അപ്പോൾ കാടങ്ങ് കയറി മൊത്തം. ഇവിടെ അപ്പാപ്പ ഒന്ന് അടയ്ക്കുന്നത് ഇവിടെ ഇരുന്ന് ചൂണ്ടയിടും. ഒരു മാസം വിട്ടപ്പോഴത്തേക്ക് 2 കരിമീനും ഒരു ചെമ്പല്ലിയും കിട്ടി ഇവിടുന്ന്. നോക്കി കിടക്കട്ടെ, വീഡിയോ എടുക്കാൻ പോയി താഴെ പോകും. ഇപ്പോൾ ഇച്ചിരി മഴ ഇച്ചിരി കുറഞ്ഞു. തെങ്ങ് പക്ഷേ മണ്ടരിയ തേങ്ങയൊക്കെ. ഇവിടെയൊക്കെ ഞങ്ങൾ വല വീശിക്കൊണ്ടിരുവാണേ. പക്ഷെ ഇപ്പം അങ്ങ് ഈ പുല്ലെല്ലാം നിറഞ്ഞ് ഉണ്ടോ, അവിടെ ഈ ശമ്പലാത്ത അവസ്ഥയായി. ഏത്തവാഴ അയ്യോ ഏതാണ്ട് ഇവിടെ ഒരെണ്ണം മറിഞ്ഞു വീണു, ഓടിഞ്ഞു വീണു വേണ്ടത്. ഒരെണ്ണം കാറ്റടിക്കുന്നു ഭയങ്കരമായിട്ട്. വേണ്ട ഒരെണ്ണം, ഒരു ഏത്തവാഴക്കൊല. പക്ഷെ ചെറുതാണ്, തീരെ ചെറുതാണ്. ഇവിടെ ഇന്ന് വെട്ടി അങ്ങ് ഇവിടെ ഇന്നത്. അയ്യോ തെങ്ങങ്ങ് പോയി മേൽഭാവം. നടക്കട്ടെ, അയ്യോ മൊത്തം വെള്ളം നിറഞ്ഞ് കിടക്കുക. ഇവിടെയൊക്കെ വീശുന്നിടമായിരുന്നു. പിന്നെ ഒരപ്പച്ചൻ മാത്രമേ അവിടെ താമസിച്ച ഒരു അപ്പച്ചൻ ഇടയ്ക്ക് വന്ന് ഇവിടെ വീശും. ഇവിടെ ഈ ഭാഗത്ത് അപ്പുറത്ത് വീശുണ്ട്. പക്ഷെ അവിടെ എല്ലാം കാട് കയറി. ഇപ്പോൾ അതിനപ്പുറത്തെ അവിടെ ഒരു ഇതേ കാട് ഇങ്ങനെ കാരണം കറക്കലിവിടെ ഉണ്ടാവും ഈ ഭാഗത്ത്. നടക്കട്ടെ. എന്തായാലും എൻ്റെ വീഡിയോ അങ്ങ് നിർത്തുവാണേ. എല്ലാവരും മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദം ഷേറ വ്ളോഗ്സ് മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മഴയോട് കുറയുന്നില്ല. ചേട്ടാ ഇവിടെയൊക്കെ വല വീശുകയും ചൂണ്ടയിടുകയും ചെയ്യുമായിരുന്നു. ആ ആറിൻ്റെ തീരത്ത് ഈ പറമ്പിൻ്റെ അപ്പുറത്തെ